ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 മാർച്ച് ശിവരാത്രി നാളിലാണ്. മലയാള മാസം കുംഭത്തിലെ ശിവരാത്രി. ഇത് 137ാമത്തെ വർഷമാണ്. ഭഗവാൻ മരുത്വാമലയിലെ തപസ്സിന് ശേഷം അരുവിപ്പുറത്ത് വരികയും അരുവിപ്പുറത്ത് നിന്ന് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരുടെ സ്വന്തം കാലിൽ നിർത്തുവാൻ വേണ്ടിയിട്ടാണ് ഗുരു ശിവപ്രതിഷ്ഠ നടത്തുന്നത്. ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 17-ാം തീയതി ആരംഭം കുറിക്കുകയാണ്. 10 ദിവസത്തെ ഉത്സവമാണ് പണ്ട് മുതലേ നടത്തി വരുന്നത്. ഓരോ ദിവസവും ഓരോ കുടുംബക്കാർക്ക് ഗുരു ഉത്സവം നടത്തിക്കുന്നതിന് വേണ്ടി അനുവാദം കൊടുത്തിട്ടുണ്ട്. അതായത് വരുന്ന ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്ക് അന്നദാനം, അതേപോലെ തന്നെ അന്നത്തെ ക്ഷേത്രത്തിലെ പൂജയ്ക്ക് വരുന്ന ചെലവുകൾ, ഇത് രണ്ടുമാണ് ഓരോ ഉത്സവക്കാരോടും ഗുരു കൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ 9 ദിവസം ഓരോ കുടുംബക്കാരെ ഗുരു ഏർപ്പെടുത്തുകയുണ്ടായി. അവരിന്നും അന്നദാനവും പൂജയുമൊക്കെ മുടങ്ങാതെ ഭംഗിയായി നിർവഹിച്ചു വരികയാണ്. 10ാമത്തെ ദിവസം മഹാശിവരാത്രി. അന്ന് എല്ലാവരും കൂടി, എല്ലാ ഭക്തജനങ്ങളും എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ എവിടെയൊക്കെയാണോ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ഗുരുഭക്തന്മാരുള്ളത്, അവരുടെ എല്ലാവരുടെയും കൂടിയുള്ള ഉത്സവമാണ് 10ാമത്തെ ദിവസമുള്ള ഉത്സവം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും, കേരളത്തിന് പുറത്തു നിന്നും, ഭാരതത്തിന് പുറത്തു നിന്നുമൊക്കെ ധാരാളം ഭക്തജനങ്ങൾ, അറിയാവുന്ന ഭക്തജനങ്ങൾ ഈ മഹത്തായ കർമ്മത്തിൽ പങ്കെടുക്കുവാനായിട്ട് വരാറുണ്ട്. അന്നും അന്നദാനം ഉണ്ട്. ഇങ്ങനെ 10 ദിവസവും പൂജയും അന്നദാനവും ഭംഗിയായി നടത്തി വരികയാണ്. ഇതിനോടനുബന്ധിച്ച് സാമാന്യമായിട്ട് 6-7 സമ്മേളനങ്ങളും നമ്മൾ നടത്താറുണ്ട്. ഉദ്ഘാടന സമ്മേളനം ഇപ്രാവശ്യം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 17-ാം തീയതി വൈകിട്ട് കൊടിയേറിയതിനു ശേഷം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിൽ മറ്റ് മന്ത്രിമാരും കേന്ദ്രത്തിലെയും കേരളത്തിലെയും ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സന്യാസി ശ്രേഷ്ഠന്മാർ, ഇങ്ങനെ ഓരോരോ വ്യക്തിത്വങ്ങൾ ഓരോ സമ്മേളനങ്ങളും പങ്കെടുക്കാറുണ്ട്. കൂടാതെ ഇതിനിടയ്ക്ക് സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ പഠന ക്ലാസ്സുകൾ, ഗുരുവിൻ്റെ കൃതികൾ, അതുപോലെ തന്നെ ഗുരുവിൻ്റെ സാമൂഹികമായിട്ടുള്ള മറ്റ് കാഴ്ചപ്പാടുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെമിനാറുകൾ, വൈകുന്നേരങ്ങളിൽ കുട്ടികളുടെ ഉൾപ്പെടെ കലാപരിപാടികൾ, ഇങ്ങനെ വളരെ സമ്പന്നമായിട്ടുള്ള അറിവിൻ്റെ വാതായനങ്ങൾ തുറക്കുന്നതിനും, അതേപോലെ തന്നെ ഓരോരുത്തരിൽ നൈസർഗികമായിട്ടുള്ള കലകൾ അവരെ അവതരിപ്പിക്കുന്നതിനുമൊക്കെ ഉള്ള വേദി ഉണ്ട്. കൂടാതെ നമ്മൾ 1008 കുടം ജലം ശങ്കരൻകുഴിയിൽ നിന്ന് എടുത്ത് അഭിഷേകം ചെയ്യുന്ന കർമ്മവും കൂടിയുണ്ട്. ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും വരുന്ന ഭക്തജനങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ കൂടാതെ ഈ മഹിതമായ ഉത്സവം
അതിൽ പങ്കെടുത്ത് കൃതകൃത്യരായി പോകുന്നതിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകത നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ഉത്തമ ലക്ഷണത്തോടു കൂടിയ 2 ശിവലിംഗങ്ങളാണുള്ളത്. അതിലൊന്നാണ് ഭഗവാൻ നമ്മൾക്ക് ശങ്കരൻകുഴിയിൽ നിന്ന്, നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് എടുത്ത് പ്രതിഷ്ഠിച്ച് നൽകിയിട്ടുള്ളത്. 137 വർഷം പിന്നിടുമ്പോഴും ആ പ്രതിഷ്ഠയ്ക്ക് യാതൊരു ചലനവും സംഭവിച്ചിട്ടില്ല. അതായത് പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. അപ്പം ലക്ഷണമൊത്ത ശിവലിംഗങ്ങൾ അത് വളരെ അപൂർവമാണ്. അങ്ങനെ ഗുരുവിൻ്റെ ദിവ്യദൃഷ്ടിയിൽ കണ്ട് ഗുരു ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ആ ശിവലിംഗത്തിൽ നമ്മൾ 1008 കുടം അഭിഷേകം ചെയ്യുന്നു. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ഇതിൽ സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഈ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠാ ദിവസം, അതായത് മഹാശിവരാത്രി ദിവസം എവിടേക്കാണോ ആളുകളുള്ളത് അവരെല്ലാവരും ആ രാത്രി, പലർക്കും സംശയമുണ്ട്, ശിവരാത്രി എന്ന് പറയുന്നത് തലേ ദിവസമാണോ അതോ 26-ാം തീയതി വരുന്ന രാത്രിയാണോ? തീർച്ചയായിട്ടും 26-ാം തീയതി വരുന്ന ആ രാത്രിയിലാണ്. അപ്പോൾ നമുക്ക് തുടർച്ചയായി ഉപവസിക്കുവാനും മന്ത്രം ജപിക്കുവാനും നമ്മുടെ മനസ്സിലെ ഭാരമെല്ലാം നമുക്ക് ഇറക്കി വെക്കുവാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ്. തീർച്ചയായിട്ടും ആ അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ഏവരെയും കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നുമൊക്കെ ഉള്ള എല്ലാവരെയും ഈ പുണ്യമുഹൂർത്തത്തിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. ഏവർക്കും നമസ്കാരം.